സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ജില്ലാതല യോഗം കൊല്ലം യൂനൂസ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. വിവിധ മേഖലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമായുള്ള മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടിയും ഇതിന്റെ ഭാഗമായി നടക്കും. വിവരങ്ങളുമായി സുധീഷ് ഉണ്ട്. സുധീഷ്, ഈ സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ജില്ലാതല യോഗം ഇന്ന് എപ്പോഴാണ് നടക്കുക? ഗോപിക, രാവിലെ 9 മണി മുതലാണ് ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികൾ ആശ്രാമത്തെ യൂനൂസ് കൺവെൻഷൻ സെന്ററിൽ ആരംഭിക്കുന്നത്. 10 മണിയോടുകൂടി മുഖ്യമന്ത്രി എത്തും. തുടർന്ന് ജില്ലാതല അവലോകന യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 10:30 മുതലാണ് ഈ ജനപ്രതിനിധികൾ, അതായത് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള അവലോകന യോഗത്തിൻ്റെ ഭാഗമായുള്ള മുഖാമുഖം പരിപാടി. അതിൽ മുഖ്യമന്ത്രിയും ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സംഘങ്ങളും ചേർന്നിട്ടായിരിക്കും ഒരു മുഖാമുഖം പരിപാടി നടക്കുക. അത് 10:30 മുതൽ 12:30 വരെയാണ് ആ മുഖാമുഖ പരിപാടികൾ നടക്കുന്നത്. ഈ ഒരു മുഖാമുഖ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത് സർക്കാർ ജില്ലയിലെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തലും ഒപ്പം വരുന്ന വർഷത്തിൽ നടത്തേണ്ടതായ വികസന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു തീരുമാനമെടുക്കലുമൊക്കെ ആയിരിക്കും ഈ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമായി ചേർന്ന് നടത്തുന്ന മുഖാമുഖം പരിപാടിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളായിരിക്കും ഇതിന് പ്രചോദനമാവുക. തുടർന്ന് അതിനുശേഷം വൈകിട്ട് 5 മണിയോടുകൂടി LDFിൻ്റെ പൊതു റാലി നടക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന പരിപാടികൾ. ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ KN ബാലഗോപാൽ, ചിഞ്ചുറാണി, KV ഗണേഷ് കുമാർ എന്നിവർ ഈ അവലോകന യോഗത്തിൽ പ്രധാന പങ്കാളികളായി പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ജില്ലയിൽ നിന്നുള്ള MPമാരും MLAമാരും മറ്റ് ജനപ്രതിനിധികളും ഈ അവലോകന യോഗത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കും. പ്രധാനമായും ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾ, സർക്കാരിൻ്റെ 2ാം പിണറായി സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ മുന്നിട്ട് നടക്കുന്ന പരിപാടികളുടെ ഭാഗമായുള്ള ഒരു ജില്ലാതല വികസന അവലോകന യോഗമായിരിക്കും ഇവിടെ ഇന്ന് നടക്കുക. പ്രധാനമായും ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾ, അത് ഏത് മേഖലകളിൽ എടുത്തു നോക്കിയാലും, പൊതുരംഗത്തായാലും ഗതാഗത മേഖലകളെ കുറിച്ചിട്ടുള്ള ആരോഗ്യ മേഖലകളിലൊക്കെ തന്നെ ജില്ലയിൽ വരുത്തിയ മാറ്റങ്ങൾ, അത് ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ജില്ലയിൽ വരേണ്ടത് എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ജില്ലാതല അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമായി ചർച്ച ചെയ്യുക. ഈ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ ജില്ലയിലെ പല മേഖലകളിൽ നിന്നുള്ളവരുണ്ട്, വ്യവസായ രംഗത്തുള്ളവരുണ്ട്, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അത്തരത്തിൽ എല്ലാ തലത്തിൽ നിന്നുമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിനിധി സംഘവുമായിട്ടായിരിക്കും മുഖ്യമന്ത്രി ഒരു അവലോകന യോഗം നടത്തുന്നത്. ഈ അവലോകന യോഗത്തിലെ പ്രധാന ആശയങ്ങളൊക്കെ തന്നെയായിരിക്കും വരുന്ന വർഷങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ സർക്കാരിൻ്റെ ഭരണ രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. സംസ്ഥാനത്ത് ഒട്ടുമുക്ക എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള അവലോകന യോഗങ്ങൾ പൂർത്തിയായി വരികയാണ്. കൊല്ലം ജില്ലയിലാണ് ഇപ്പോൾ അവലോകന യോഗം ഇന്ന് നടക്കുക. തുടർന്ന് ഈ അവലോകന യോഗത്തിൻ്റെ ഭാഗമായി ജില്ലയിലെ വികസന കാര്യങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളുമൊക്കെ മുഖ്യമന്ത്രി ഭാഗത്തു നിന്നും നിർദ്ദേശങ്ങളുമൊക്കെ ഉണ്ടാകും. ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ വികസന കാര്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് LDFിൻ്റെ തീരുമാനം. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറയുമ്പോൾ അതിൽ സംസ്ഥാനത്തൊട്ടാകെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ ജില്ലയിലൂടെ എത്രത്തോളം പ്രാവർത്തികമാക്കി, ജില്ലയിലെ ഏതൊക്കെ മേഖലകളിൽ ഈ വികസന നേട്ടങ്ങൾക്ക് മുൻകൈയെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ള വികസന വിലയിരുത്തലുകളും ഈ ജില്ലാതല അവലോകന യോഗത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും. 10 മണിക്കാണ് ജില്ലാതല അവലോകന യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ഉദ്ഘാടന സമ്മേളനം മാധ്യമങ്ങൾക്ക് കവർ ചെയ്യുന്നതിനുള്ള, അത് സംപ്രേഷണം ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്. തുടർന്ന് നടക്കുന്ന മുഖാമുഖം പരിപാടി അത് 10:30 ആരംഭിക്കും. 12:30 വരെയാണ് മുഖാമുഖം പരിപാടി. അത്തരം കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതിന് ഒരു തടസ്സമുണ്ട്. അതിനുശേഷം വൈകുന്നേരം 5 മണിക്ക് LDF റാലിയോടുകൂടി ജില്ലാതല അവലോകന യോഗം കൊല്ലം ജില്ലയിൽ സമാപിക്കും.